ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ടോട്ടനാമിനെ 4-1 പഞ്ഞിക്കിട്ട് എന്ന് തന്നെ പറയാം. വാട്ട് എ ക്ലിയർ കോംപ്രിഹെൻസീവ് വിക്ടറി. കളി തുടങ്ങിയപ്പോൾ അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. ഫസ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു ടു ഓപ്പൺ ദ സ്കോർ ഷീറ്റ് അല്ലേ. ഫസ്റ്റ് 30 മിനിറ്റ്സ് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുമായിരുന്നു. ഫ്രീ കിക്ക്, ലോങ് ത്രോസ്, ഓപ്പൺ പ്ലേന്ന് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ഡെക്ലൻ റൈസിന് ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ബട്ട് വിക്കാരിയോ അത് സേവ് ചെയ്യുന്നു. വിക്കാരിയോയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് വരാം. ബട്ട് അതിനു മുമ്പ് വി വർ ട്രൈങ് എവറിത്തിങ്. ഒരുപാട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഗോൾ അടിക്കാൻ വേണ്ടി. ബട്ട് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് 30 അൺടിൽ ദ ഫസ്റ്റ് ഗോൾ. ആ ഒരു ഫസ്റ്റ് ഗോൾ വരാൻ മെറീനോയുടെ മാജിക്ക് തന്നെ വേണ്ടി വന്നു. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ബോൾ ടു ട്രൊസാഡ്. ആ ട്രൊസാഡിൻ്റെ ആ ടേക്ക്, ആ ടേൺ ശരിയാണ്, ഷോട്ടിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ട്. പക്ഷേ എന്നാലും അതിനൊരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. ആ ടേണിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ മൂവ്മെൻറ്റിന് കംപ്ലീറ്റ് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഓപ്പൺ പ്ലേ ഗോൾ. ഓപ്പൺ പ്ലേ ഗോള് ഇങ്ങനെ കരഞ്ഞ് വേണം എന്ന് പറഞ്ഞവർക്ക് ഇന്നത്തെ ഗെയിം ഫുൾ ഓപ്പൺ പ്ലേ ഗോൾസ് ആണ്. 4 ഓപ്പൺ പ്ലേ, ബ്യൂട്ടിഫുൾ 4 ഓപ്പൺ പ്ലേ ഗോൾസ് ആണ് ഗൈസ്. വാട്ട് എ ഗെയിം വി പ്ലേ. അങ്ങനെ ആ ഒരു ഡെഡ് ലോക്ക് മെറീനോടെ മാജിക് കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. 1-0. സെക്കൻഡ് ഗോള് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിക്കുന്നു. എസയുടെ ഗ്രേറ്റ് ഷോട്ട് അസിസ്റ്റഡ് ബൈ ഡെക്ലൻ റൈസ്. അതിനും ട്രൊസാഡിൻ്റെ ഒരു പങ്കുണ്ട്. ആരും കാണാതെ പോയ ഒരു അണ്ടർ റേറ്റഡ് പങ്കുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ട്രൊസാഡ്, റൈറ്റ് ഹാൻഡ് സൈഡിലെ ആ ബോള് ഹീസ് കീപ്പിംഗ് ഇറ്റ് ലൈഫ്. എന്നിട്ട് അത് ടിംബറിലേക്കും സാക്കയിലേക്കും ഫീഡ് ചെയ്യുന്നു. ആ ബോളാണ് കറങ്ങി തിരിഞ്ഞ് ഡെക്ലൻ റൈസിൽ മിഡിൽ വരുന്ന. ഡെക്ലൻ റൈസ് ആണ് പിന്നെ എസൈക്ക് കൊടുത്തിട്ട് എസൈ അത് ഗോളാക്കുന്നു. സോ അവിടെയും ട്രൊസാഡിൻ്റെ ആ ഒരു ഓവറോൾ ഇൻപുട്ട് ഉണ്ട്. ഇന്ന് എസൈ ശരിയാണ്, ഹാട്രിക് അടിച്ചു. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഇന്നത്തെ കളിയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ പറയും മാൻ ഓഫ് ദ മാച്ച് ട്രൊസാഡാണെന്ന്. ബിക്കോസ് ഹീ വാസ് റിയലി ഗുഡ് ടുഡേ. ടെക്നിക്കലി ഹി വാസ് ബ്രില്യൻറ്റ് എന്ന് തന്നെ നമുക്ക് കണ്ടാൽ നമുക്കറിയാം. ഇറ്റ്സ് വെരി എവിഡൻറ്റ് പുള്ളിയുടെ ഗെയിമിൽ. നോ മാച്ച്, ഒരു ടോട്ടനം പ്ലെയറും നോ മാച്ച് ടു ട്രൊസാഡ്സ് ആ ഒരു ഇൻ്റലിജൻറ്റ് പ്ലേയിലേക്ക്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ 2-0 എന്ന നിലയിൽ ക്രൂസിങ് കയറുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം കളി അങ്ങോട്ട് തുടങ്ങി. വിത്തിൻ എഗെയിൻ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് അറ്റാക്ക്. എസയുടെ കയ്യിൽ ബോൾ കിട്ടുന്നു. ഇപ്രാവശ്യം ടിംബർ അസിസ്റ്റ് ചെയ്യുന്നു. ഷോട്ട് ഗോൾ. അങ്ങനെ മൊത്തം 3-0 എന്ന് നമ്മൾ കംപ്ലീറ്റ് ക്രൂസ് മോഡ് ഓൺ, ക്രൂസിങ് ആയിട്ട് ഇങ്ങനെ കംഫർട്ടബിളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുബമെൻഡിയെ ഡിസ്പൊസസ് ചെയ്യുന്നു. ഡിസ്പൊസസ് ചെയ്ത് റിച്ചാർൾസിൻ്റെ കയ്യിൽ ബോൾ വരുന്നു. ഹാഫ് വേ ലൈനിന് കുറച്ച് മുമ്പിൽ നിന്ന് ഒരു ലോങ് റേഞ്ച് റിച്ചാർൾസ് അടിക്കുന്നു. 3-1 എന്ന് അവരൊരു ഗോള് തിരിച്ചടിക്കുന്നു. അതിൽ നമുക്ക് വേണമെങ്കിൽ സുബമെൻഡിയെ കുറ്റം പറയാം, വേണമെങ്കിൽ റായനെ കുറ്റം പറയാം. ബട്ട് ഇന്ന് ഞാൻ അതിനുള്ള ഒരു മൂഡിനല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് വേണ്ടത് 3 പോയിൻറ്റ്സ് ആണ്. 3 പോയിൻറ്റ്സ് കിട്ടി. ദിസ് ഈസ് വൈ ആ ഗോൾ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് അടിച്ച ആൾ റിച്ചാർൾസൺ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത ഒരു പ്ലെയറാണ്. അതിൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ലൈവിൽ വന്ന എല്ലാവർക്കും അതറിയായിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് പ്ലെയർ. അതൊഴിച്ച് ഇപ്പം ടോട്ടനം ഒരു ഗോൾ അടിച്ചതിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യും. എൻ്റെ പ്രിവ്യൂവിലെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യായിരുന്നു ഇന്നത്തെ ഗെയിമിൽ നമ്മൾ ക്ലീൻ ഷീറ്റ് വെക്കാൻ സാധ്യതയില്ല ബിക്കോസ് ഓഫ് ഗാബ്രിയലിന് പകരം ഹെൻകപ്പിയ എന്നുള്ള രീതിയിൽ. പക്ഷേ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊരു രീതിയിലും ഗോൾ അടിക്കാൻ പോകുന്നില്ല. ആൻഡ് കളി കണ്ട എല്ലാവരും പറയും ദേ ഡോണ്ട് ഡിസേർവ് എ ഗോൾ എന്ന് തന്നെ പറയും, ഷുവർ. സോ ഗോൾ അടിച്ചതിനെക്കാട്ടിലും ഗോൾ അടിച്ച ആ ഒരു വ്യക്തിനെയായിരുന്നു എനിക്ക് പ്രശ്നം. സോ ഇറ്റ്സ് ഓക്കെ, കലിവല്ലി എന്ന് ഞാൻ അതിനെ പറയൂ. അങ്ങനെ 3-1 എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവരുടെ ഒരു ഗോൾ കയറി കഴിഞ്ഞു. ആ ഒരു 5 മിനിറ്റ് നമ്മൾ മൂമെൻറ്റിനൊക്കെ ഒരു നെർവസ്നെസ്, പാസിനൊരു ഒരു 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 മടി, പക്ഷേ അപ്പോഴും ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. അറ്റാക്ക് എന്ന ഇൻറ്റൻറ്റ്. ഇവിടെയാണ് നമ്മൾ അർട്ടറ്റയുടെ ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം 3-1 എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിയപ്പം അർട്ടറ്റ
ടീമിനെ അഡ്വൈസ് ചെയ്തില്ല ഡിഫെൻഡ് ചെയ്യാൻ. സാധാരണ അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു സെക്യൂർ ലീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡിഫെൻസീവിൽ അങ്ങ് ആവുകയാണ്. നമ്മൾ 2-0 എന്നുള്ള നിലയിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്തപ്പം ഞാൻ ലൈവ് വാച്ചിലങ്ങ് പോയതാണ്. ചാറ്റിൽ ഫുള്ള് ഇതായിരുന്നു, അർട്ടറ്റ ഇനി ഡിഫെൻസീവ് ആവായിരുന്നാൽ മതിയെന്ന്. ഇവിടെയാണ് നമ്മൾ അർട്ടറ്റനെ നമ്മൾ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അർട്ടറ്റയ്ക്ക് മനസ്സിലായി ദിസ് ഇസ് എ വൾണറബിൾ ടീം. ടോട്ടൻഹാം നമുക്ക് ഇനി ഒരു ഗോൾ അടിക്കാം, 2 ഗോൾ അടിക്കാം, വൾണറബിൾ ടീമാണ്. അത് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഹി സീയിങ് ബ്ലഡ്, ആ ബ്ലഡ് എടുക്കാം എന്നുള്ള ആ ഒരു സാധനം കണ്ടിട്ട് ഹി ആസ് പ്ലെയേഴ്സ് മോർ. നമുക്കത് സൈഡ് ലൈനിൽ നിന്ന് കാണാമായിരുന്നു, അറ്റാക്ക് മോർ എന്ന്. അതിനുള്ളത് കിട്ടുകയും ചെയ്തു. അനദർ മുന്നേറ്റം ഫ്രം ഡെക്ലൻ റൈസ്, അത് ട്രൊസാഡിന് കിട്ടുന്നു. ട്രൊസാഡ് ഒരു പാസ് എസേക്ക് കൊടുക്കുന്നു. ഗ്രേറ്റ് ഷോട്ട് ഫ്രം എസെ. അങ്ങനെ എസെ ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. 4-1 എന്ന സ്കോർ ലൈനിലേക്ക് വരുന്നു. 3 ഗോളും എസെ അടിച്ച 3 ഗോളും ക്വാളിറ്റി ഗോള്, ഒരു രക്ഷയില്ല. എനിക്കൊന്ന് 3 ഗോളും ഓൾമോസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് തന്നെയാണ്. 3 ഗോളും ഔട്ട്സൈഡ് ദ എഡ്ജ് ഓഫ് ദ ബോക്സ്, ഔട്ട്സൈഡ് ദ ബോക്സ്. 2 ലെഫ്റ്റ്, ഫസ്റ്റ് 2 ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന്, ലാസ്റ്റ് 1 റൈറ്റ് ഫുട്ടിൽ നിന്ന്. ഈ പറയുന്ന ഒരു പ്ലെയറിനെ അൺലോക്ക് ആവാൻ ഓൾമോസ്റ്റ് 16 ഗെയിംസ് എടുത്തു. പുള്ളിയുടെ ആക്ച്വൽ ടാലൻറ്റ് പുറത്തു വരാൻ നമുക്ക് കാണാൻ. സോ ഐ എം റിയലി ഹാപ്പി ഈ ഒരു ഗെയിമിൽ, അതും ഈ ഒരു ഗെയിം നോർത്ത് ലണ്ടൻ ഡാർബിയിൽ ആണ് ഈ ഒരു ഡിസ്പ്ലേ. അതും എസ് എ ഹി ലവ്സ് ആർസണൽ. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ഹിം. ഇങ്ങനൊരു പെർഫോമൻസ് പുള്ളിക്ക് കാഴ്ചവെക്കാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി ആസ് ആൻ ആർസണൽ ഫാൻ. അത് എത്ര പറഞ്ഞാലും അത് എനിക്ക് വാക്ക് കിട്ടത്തില്ല. ഇറ്റ്സ് ദാറ്റ് മച്ച് ഹാപ്പി ഐ എം. അങ്ങനെ അത് 4-1 എന്ന നിലയിലേക്ക് വരുന്നു. ഗെയിം കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നപ്പം നമ്മൾ വീണ്ടും ആക്ച്വലി എസേക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു 4 ആക്കാൻ, 4 ഗോൾസ് ഫോർ എസേ. പക്ഷേ അത് വിക്കാരിയോ അടിപൊളിയായിട്ട് സേവ് ചെയ്യുന്നു. വിക്കാരിയോയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഇന്ന് വിക്കാരിയോ ഇല്ലായിരുന്നെങ്കിൽ, വിക്കാരിയോയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ഗോൾ കീപ്പർ, ഹ്യൂഗോ ലൂറിസ് അവരുടെ പഴയ ഗോൾ കീപ്പറോ വല്ലോ ആയിരുന്നെങ്കിൽ അവരുടെ പഴയ ഗോൾ കീപ്പറോ ഇല്ലായിരുന്നു, ഇന്ന് 5-ഓ 6-ഓ 7-ഓ ഒക്കെ ആയേനും. കാരണം ഡെക്ലൻ റൈസിൻ്റെ ഒരു സേവ് ഉണ്ടായിരുന്നു, സാക്കയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു, എസയുടെ ഞാനിപ്പോൾ പറഞ്ഞ ഒരു സേവ് ഉണ്ടായിരുന്നു. സോ വിക്കാരിയുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു. പനിയാണ്, അതുകൊണ്ട് ഇടയ്ക്ക് ചുമയും തുമ്മലൊക്കെ ഉണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു. റിസൾട്ട് ഈസ് വെരി ഗുഡ്. 6 points ക്ലിയർ ചെൽസി, അവരെയാണ് ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ്. 7 points ക്ലിയർ മാൻ സിറ്റി, 11 points ക്ലിയർ നമ്മുടെ ലിവർപൂൾ. സോ ഇതിനും ഒരു വ്യത്യാസമുണ്ട്. കാരണം ഈ മാൻ സിറ്റി ഗെയിമും ലിവർപൂൾ ഗെയിമും ഇന്നലെയായിരുന്നു. സോ ഓൾറെഡി പ്രഷർ നമുക്കുണ്ട്. ഇത് നമ്മൾ ജയിച്ചില്ലെങ്കിൽ ആ ഒരു ബോട്ടിലിംഗ് പോലത്തെ ഒരു അവസ്ഥ വരുമായിരുന്നു. കഴിഞ്ഞ സീസണുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ബോട്ടിൽ ചെയ്യുമായിരുന്നു. ബട്ട് ഈ സീസൺ ദ ഡിഫറൻസ് ഈസ് ബോട്ടിൽ ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെൽസിയിലേക്ക് ചെല്ലുമ്പോൾ വി ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. ആ 6 എന്നുള്ളത് 9 ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഡയറക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം നെക്സ്റ്റ് ഗെയിമിൽ. ബട്ട് അൺടിൽ ദെൻ ഇന്നത്തെ ദിവസം ആർസണൽ ഹാവ് ഡൺ ദ ജോബ് ആൻഡ് ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ടീം. Thank you so much guys for watching this video. Take care.